അപ്പൊ ഇവന് കുറെ നേരം ഈ ഡ്രോൺ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കണത്. അപ്പൊ അപ്പൊ നമ്മള് റിമോട്ടൊക്കെ എടുക്കുന്നുണ്ട്, അവൻ ഡ്രോണൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് അവൻ്റെ ഡ്രോൺ ഫ്ലൈയും കാര്യങ്ങളൊക്കെ കാണണ്ടോ. അപ്പോൾ ഇവൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ പയ്യൻ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, 2ാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് ആലോചിക്കണം കേട്ടോ. 2ാം ക്ലാസ്സിലാണ് പഠിക്കണത്. ഓ അടിപൊളി അടിപൊളി. ചേടാ, ഇവൻ്റെ പ്രായത്തിലൊന്നും ഞാനിത് കണ്ടിട്ടും കൂടിയില്ല. വാവ്, നൈസ്. അപ്പോൾ എൻ്റെ ഇവനിവിടെ കൺട്രോളിങ് ഒക്കെ ചെയ്യുവാണ് അടിപൊളിയായിട്ട്. വാവ്, നൈസ്. അവൻ എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഗൈസ്. അവൻ അടിപൊളിയായിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത്. ഇത് അവന് നല്ല സപ്പോർട്ട് അവൻ്റെ ഫാദർ, അവൻ്റെ അച്ഛൻ അവന് കൊടുക്കുന്നുണ്ട്. ആള് പ്രിൻസിപ്പളാണ്, അതായത് പിള്ളേർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങനെ ഒരു പ്രിൻസിപ്പൾ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. ഗൈസ് അടിപൊളി, ഒന്നും പറയില്ല. അവൻ അടിപൊളിയായിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ അവന് വേണ്ടിയിട്ട് ചെറിയ അവൻ്റെ ഫാദർ ചെറിയ കോപ്റ്ററൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വാവ്, അടിപൊളി. അതായത് നമ്മുടെ കൈയുടെ അത്ര ഉള്ളൂ, ഇത് കണ്ടോ, ഇത് ഇത്ര ഉള്ളൂ ഡ്രോണ്. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നൈസ്, അടിപൊളി. ഇവിടെ ഒരു കുഞ്ഞ് ഡ്രോൺ വരുന്നുണ്ട്. അയ്യോ, നമ്മുടെ അടുത്തോട്ട് വരുന്നതെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, അതായത് ഭയങ്കര ചെറിയ ഡ്രോണാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് ഈ മച്ചാനാണ്. ഈ മച്ചാൻ നമ്മുടെ RC ഗ്രൂപ്പിലുള്ളതാണ്, മയൂർ എന്നാണ് പേര്. ഇത് കണ്ടോ. അപ്പോൾ കണ്ണിൽ ഇതൊക്കെ വെച്ചിട്ടാണ് പുള്ളി. ചെറിയ ഡ്രോണുണ്ടോ, അടിപൊളിയായിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട് മച്ചാൻ. ഏകദേശം ഇവിടെ ഇങ്ങനെ ഒരുപാട് നമ്മളറിയാത്ത കുറേ RC പ്രാന്തന്മാരുണ്ട്. കുറേ RC പ്രാന്തന്മാരുണ്ട്. ഇത് കണ്ടോ. ഓ നൈസ്. ഏകദേശം ഒരു രക്ഷയില്ല, അടിപൊളി. അതായത് ചെറിയ ഡ്രോണാണ്. അതായത് നമ്മുടെ കൈ ഇത് കണ്ടോ, കൈ കണ്ടോ, ഇത് ഇത്ര ഉള്ളൂ, കുഞ്ഞ് ഡ്രോണാണ് മച്ചാൻ ഫ്ലൈ ചെയ്തത്. ഇത് അടിപൊളിയായിട്ട് ഇത് കാണുന്നതാണ്. ഞാൻ ഇതിൻ്റെ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അത് എങ്ങനെയാണിത് ആ ക്യാമറയിൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓണാക്കി, ഡ്രോൺ ഓണായി. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ഇവിടെയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നാട്ടിലുണ്ട്. എന്താ നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ഒരു പ്രത്യേകതരം ഫീൽ സൗണ്ടാണ് അത്. നമ്മുടെ കേരളത്തിൽ ഇത് ചെയ്യുന്ന ഇഷ്ടംപോലെ നല്ല ടാലൻ്റുള്ള പയ്യന്മാരുണ്ട്. ഇവിടെയും കുറേ ആൾക്കാരുണ്ട്. അടിപൊളി. അപ്പോൾ കാർ ഓടുമ്പോൾ അതിൻ്റെ പുറകെ ഡ്രോൺ ഓടിയിട്ട് ആ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രോൺ കാറിൻ്റെ പുറകെ ഒയ്യോ എൻ്റെ തൊട്ടടുത്ത് കൂടെ പോയത് കണ്ടോ, കാറിൻ്റെ പുറകെ പോവാണ്. അവൻ്റെ ആ ചെറിയ ഡ്രോൺ ഫ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവനെല്ലാ പരിപാടിയും അറിയാം കേട്ടോ. അങ്ങനെ അവൻ്റെ ആ ചെറിയ ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇവനെല്ലാ പരിപാടിയും അറിയാം കേട്ടോ. അടിപൊളിയാണ്, പെട്ടെന്ന് പഠിക്കുന്നു തോന്നുന്നല്ല. ഭാവിയിൽ നല്ലൊരു റേസറും ഡ്രോൺ ഓപ്പറേറ്ററൊക്കെ ആവുക. അപ്പോൾ ഇവിടെ 2 റിമോട്ട്, പിന്നെ 4 ഡ്രോൺസ്, പിന്നെ നമ്മുടെ ഇത് ഗോഗിൾസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 2 ചെറിയ ഡ്രോൺസാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇതും അടിപൊളി ഡ്രോൺസാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പിള്ളേരുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ക്ലാസ് ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നിറച്ച് പിള്ളേരായിരിക്കും. പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, വണ്ടി ഓടിക്കാനും പറ്റില്ല.
കാരണം ഉറപ്പായിട്ടും പിള്ളേരൊക്കെ ക്രൗഡാവും. പക്ഷേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആളുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആളുടെ വീട്ടിലെത്തി. വീട്ടിലെ ഒരു റൂമാണിത്. അപ്പോൾ ഇത് കണ്ടോ, ആദ്യം തന്നെ ഈ സൈഡ് കാണിച്ചാൽ ഇവിടെ കുറേ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കാറുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. അതായത് ഇവോ തന്നെ 2 ഇവോ ഉണ്ട്, വൈറ്റും ഒരു ബ്ലാക്ക് കളറും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചാസിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതായത് ഇവിടെ കുറച്ച് കാർസ് അങ്ങനെ. അതായത് ഇവിടെയും ഒരു ഡ്രിഫ്റ്റ് കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു ചെറിയ ക്രോളർ ഇരിക്കുന്നുണ്ട്, കണ്ടോ, ചെറിയൊരു ക്രോളറായി. അപ്പോൾ ഇവിടെ എല്ലാ മുക്കിലും മൂലയ്ക്കലും ആർസിയുടെ ഐറ്റങ്ങളൊക്കെയാണ്. പിന്നെ ഇത് അവിടെ ഒരു പോർഷെ ഇരിക്കുന്നുണ്ട്. ഇത് ഒരു ഗ്രീൻ പോർഷെ, അതിൻ്റെ ചാസി. ഓക്കെ, അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്ന ഈ ഒരു റൂമിൽ. അടിപൊളി. അപ്പോൾ വീട്ടിലും സ്കൂളിലും എല്ലായിടത്തും ആർസിക്കാറാണ് കേട്ടോ. ബാക്ക് ടു മൈ റൂം ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ ചെല്ലണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൈ പറയാൻ സമയമായി. താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ഗിവിംഗ് മീ യുവർ വാല്യുബിൾ ടൈം. We will meet again. Yeah, sure. I will come after 2 months. I'm not that well versed. Just a hobby, and started a few years back. With God's grace, collected around 20-30 RC cars. Yeah. Now into drones. Nice. And keep going with your son. Yeah, guys, അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൽ വന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകും. അപ്പോൾ വന്ന കാര്യം ആളെ കാണാൻ പറ്റി. പിന്നെ എൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ടായി. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു പ്രിൻസിപ്പളാണ് അദ്ദേഹം, ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല പ്രിൻസിപ്പളൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പുള്ളിയുടെ കളക്ഷനും കാര്യങ്ങളെല്ലാം. പുള്ളിയുടെ മോൻ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അവന് 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഒന്നും പറയില്ല ഗൈസ്, അടിപൊളി. അപ്പോൾ അതായത് ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ ഒരുപാട് RC ലവേഴ്സ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസും ഇതെല്ലാം ഇട്ട് നമ്മളെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. പക്ഷെ അതല്ല, എന്നേക്കാൾ മുന്നേ ഈ ഫീൽഡിൽ വന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ തന്നെയുണ്ട്. വർഷങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്, 10-15 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ RC കാർസ് അല്ലെങ്കിൽ ആ ഹോബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോഴൊക്കെയാണ് ഈ വീഡിയോസും കാര്യങ്ങളും വഴിയൊക്കെ ഇത് അറിയുന്നത്. ഞാൻ ഇതിലോട്ട് വന്നിട്ട് ഒരു 3 വർഷമായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ ഒരു ടോയ് കാറിൻ്റെ വീഡിയോ ആയിരിക്കും. നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു ടോയ് കാറിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ്. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.